പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പത്താംകോട്ട് പോയിരുന്നു. പത്താംകോട്ട് ചേട്ടന്റെ വീടില്ലേ? ചേട്ടന് അസുഖമായിരുന്നു. അസുഖമായിരുന്നു. ഇവ എന്താ പറയുന്നത്? അതല്ല ഇവൻ പൊട്ടനാ. ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം? പത്താംകോട്ട്. നീ പത്താംകോട്ട് പോയിട്ട് പോന്നു? ഞാൻ രാവിലെ വന്നു. ചേട്ടൻ എങ്ങനെയുണ്ട്? ചേട്ടനൊക്കെ കുറവുണ്ട്. എന്താടാ നിന്റെ മുഖത്തൊരു വളിച്ച ഭാവം? ഒന്നുമില്ല. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്തോ നടാ നിന്ന് പിറുപിറുക്കുന്നത്? ഒന്നുമില്ല സാർ, ഇത് കഴിക്ക്. സാമ്പാർ, രസം, പപ്പടം ഉണ്ട്. എന്ത് പറ്റിടാ? എല്ലാം കാര്യമായിട്ടാണല്ലോ. പായസം ഉണ്ട്. അതേമാണെന്ന് ഞാനാ നിർബന്ധം പിടിച്ചത്. ആദ്യമായിട്ട് വീട്ടിൽ ഒന്നല്ലേ. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? അശ്രദ്ധയാണോ? അശ്രദ്ധയൊന്നുമില്ല. വളരെ ശ്രദ്ധിച്ച് അതൊക്കെ ഉണ്ടാക്കിയത്. അല്ലടാ, ശ്രദ്ധ കൗൾ. അയ്യടാ, ആ വായാടി പെണ്ണ. അവളൊന്നുമല്ല. പിന്നെ സാറിന്റെ ഭാര്യ. ഭാര്യ? ആ, മഹാലക്ഷ്മി ചേച്ചി. അവളിതുവരെ പോയില്ലേ? പോയില്ലെന്നാ? എവിടെ പോവാൻ? ചേട്ടാ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് പോയില്ലേ? അത് കൊള്ളാം. ലക്ഷ്മി, ലക്ഷ്മി, രാവിലെ തന്നെ പൊയ്ക്കൊള്ളുന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഒരാപത്തിൽ സഹായിച്ചതിൽ എന്നെ മാനം കെടുത്താനാണോ ഭാവം? ഒരക്ഷരം എനിക്ക് കേൾക്കണ്ട. ഇപ്പൊ ഇറങ്ങണം ഈ നിമിഷം. ചേച്ചി എവിടെ പോന്ന്? നിക്കാൻ ചേച്ചി. ഞാനാ പറഞ്ഞ നിക്കാൻ. പോരുത് ചേച്ചി. സാർ എന്ത് പണിയായി കാണിച്ചേ? വീട്ടിലിരുന്ന് മഹാലക്ഷ്മി അടിച്ചിറക്കി വിടുക, അത് സ്വന്തം ഭാര്യയെ. ഭാര്യ? ആരെ ഭാര്യ? ആരുടെ ഭാര്യയെ? മനുഷ്യത്തോർത്ത് ഒരു രാത്രി കിടക്കാൻ അനുവദിച്ചപ്പോ സ്ഥിരതാമസത്തിന് വന്നിരിക്കുക. ഓഹോ, സാറിനപ്പൊ ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടല്ലേ? ഞാൻ സാറിനെ കുറിച്ച് ഇങ്ങനെയൊന്നല്ല കരുതിയത്. 2 ദിവസം ഞങ്ങൾ മാറി നിന്നപ്പോ. എന്താ കഴുത നീ പറഞ്ഞോണ്ട് വരുന്നത്? റാസ്കൽ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല. ഇങ്ങനത്തെ ആളിന്റെ കൂടെ കൂടി ഞാനും വഷളായി പോകില്ലേ? എന്താണ് അവിടെ പിറവിറുക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. റെഡ് അലേർട്ടിന്റെ കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് നമ്പ്യാർ സാറുമായി സാർ സംസാരിച്ചു. ഹി വെൽക്കം ഇറ്റ്. പക്ഷെ അതിനു മുമ്പ് ഡിഫൻസ് സയന്റിസ്റ്റുകളുമായിട്ട് ചില പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോർച്ചുനേറ്റ്ലി അവരുടെ ചീഫ് ഡോക്ടർ ധവാൻ ഇന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസിലുണ്ട്. നമ്മൾ അവിടെ പോകുന്നു, അദ്ദേഹത്തെ കാണുന്നു. ചെത്ത് പയ്യന്മാരെ കാര്യം. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യം. अरे आगे जाओ, नहीं आगे जाओ. ये कर ये क्या करो? Stop it.
वसीम सीढ़ी नीचे डाल। मुस्तफा ये रख लो। निजाम, ओ निजाम, ये ले। अब और सख्ती से पूछने को मजबूर मत करो। तुम जिस प्रोजेक्ट पर रिसर्च कर रहे हो उसका अंजाम क्या होगा, मकसद क्या है, उसका ताकत क्या है, बोलो। मैं बोला था ना, तू कुछ भी करो मेरा मुंह नहीं खोलेगा। यू इंडियन पिग, उस साले को भी मारो। उसे क्यों मारते हो? तुम्हें मेरी जरूरत है ना, जो करना मुझे करो। उसे क्यों मारते हो? तुम्हें मेरी जरूरत है ना, जो करना मुझे करो। Leave him, उसे छोड़ दो। Leave him, bastard। चिल्लाओ मत, चुप कर साले। खालिद, छोड़ दे उसे। മിസ്റ്റർ ഈശ്വർ, ഇവന്മാരുടെ അടിയും തൊഴിയും കൊണ്ട് വെറുതെ വേദന അനുഭവിക്കണം. വഴങ്ങുന്നതല്ലേ നല്ലത്. അത്ഭുതപ്പെടണ്ട, മലയാളം മാത്രമല്ല, ഐ നോ 15 ലാംഗ്വേജസ്. നിങ്ങൾ ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട് റെഡ് അലർട്ട്, അതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ഭാവി സുരക്ഷിതാണ്. ഇനിയുമുള്ള കാലം ഇന്ത്യക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും സുഖമായി കഴിയാം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ആശ്രിതർക്കും കൈനിറയെ പണം, ആഗ്രഹിക്കുന്ന എന്തും. സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അല്പായുസാണെന്ന് കരുതിയാ മതി. പെറ്റ തള്ളയെ 10 കാശിന് കൂട്ടിക്കൊടുക്കുന്ന പെണ്ണൂട്ടി നായിന്റെ മോനെ, ആണുങ്ങളുടെ ജീവന് വില പറയുന്നോടാ. കൊല്ലടാ ഞങ്ങളെ, കൊല്ല്. നിന്റെ ഭീഷണിക്ക് വേണ്ടി ജീവനെ കൊണ്ട് യാചിക്കുമെന്ന് കരുതിയോ? ആയിരങ്ങളുണ്ടാ ഞങ്ങളുടെ പുറയില്. കണ്ണ് ചിമ്മി തീരുന്നതിന് മുമ്പ് നീയും, ആർക്ക് വേണ്ടിയാണോ നീ തൊഴിൽ ചെയ്യുന്ന അവരും ചരിത്രത്തിന്റെ ഭാഗമായി തീരും. Understand you son of a filthy bitch. सलीम, वो क्या बोलता है? अपनी भाषा में वो क्या बोलता है? बोल साले। मुझसे पूछ, मैं बताता हूँ। रोक खोड़ी के लिए अपनी माँ को बाजार में बेचने वाले हरामजादे, तू क्या लगाएगा मर्दों का दाम? कमीने, तूने गाली दी, मेरी माँ को गाली दी, तेरी ये हिम्मत? ए मुस्तफा, ड्रिलिंग मशीन निकालो, जनरेटर ऑन करो। यो इंडियन पिग। बोल, तो क्या बोला था? मर्द हो तो बोल। माँ को बाजार में बेचने वाले हरामजादे, ये ले। तू भी नहीं बताएगा क्या? मैं तुमसे पूछ रहा हूं, बताओ, नहीं तो मैं बताता हूँ। I'll bring the documents. I'll bring the blueprints. No, നിങ്ങൾ എന്നോടൊപ്പം വന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഞാൻ എടുത്തുതരാം. പറ, എന്നെ ഒന്നും ചെയ്യല്ലെന്ന് പറ, പ്ലീസ്. खालिद, छोड़ दे उसको, बोलता है सब दे देगा. मैं उसके साथ जाके सब लेके आता हूं. सकीर, लो, रस्सी खोल दो. വേണ്ട. അറിയാതെ പോലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല. വയ്യ, ഇനിയും വേദന സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. സക്കീർ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. പെണ്ണും കുടുംബമൊന്നും ഇല്ലാത്ത സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആൾ കൂടെ കിട്ടാൻ പോകുന്ന ഏതെങ്കിലും ഒരു ചക്രമായിരിക്കും.
എന്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ആര് നികത്തും? എട്ടും പൊട്ടും തിരിയാത്ത ഭാര്യ, പ്രായമായ വാപ്പയും ഉമ്മയും. എനിക്ക് ജീവിക്കണം, ജീവിച്ചേ മതിയാവൂ. वसीम, अरे ओ वसीम, सीढ़ी नीचे डालो. चलो. Come on, get up. तुम्हारा बड़ा सरदार को बूंद का रख दूंगा. गन्स नीचे डालने का बोलो. बोल. गन्स नीचे डालो. सभी लोग गन्स नीचे डालो. सभी लोग गन्स नीचे डालो. डोंट मूव. दिन में 5 वक्त नमाज पढ़ने वाला असली मुसलमान हूं. अपने देश और उसूलों का सौदा नहीं करता, समझे? ഉറച്ച ഈമാനുള്ള ഒരു മുസ്ലിമാണാ ഞാൻ. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ പണയം വെച്ചിട്ട് എനിക്ക് ജീവിക്കണ്ടടാ. ഈ നാടിനെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടാ ഞങ്ങൾ ഈ യൂണിഫോം ധരിച്ചത്. അഴിച്ചുവിടാ, അഴിച്ചുവിടാ. Don't move. No. सार कर क्यों? विजय हट. Grenade! Follow!
സമയത്ത് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും മനസ്സിൽ തോന്നിയില്ല. അതുകൊണ്ടാ അങ്ങേയും യൂണിഫോമിനെയും എനിക്ക് തള്ളിപ്പറയേണ്ടി വന്നത്. ക്ഷമിക്കണം. നോ, ഞാനാണ് നിന്നോട് മാപ്പ് ചോദിക്കുന്നത്. ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ അവിശ്വസിച്ചതിന് ഐ എം സോറി. വെൽ ഡൺ മൈ ഡിയർ ഫ്രണ്ട്. താങ്ക് യു സർ. മണപ്പിച്ചോണ്ടിരിക്കണ വർഗ സ്വഭാവം കാണിക്കാണ്ടിരിക്കും തെണ്ടി. ഓ എന്റെ കാര്യം കൊക്കെ അവള് വരുന്നുണ്ട്. റെഡി ആയിക്കോ. ഒരു ജീവിത പ്രശ്നമാണേ. കർത്താവേ എന്റെ കൂടെ ഉണ്ടാവണമേ. എന്നെ ഒരിക്കലും കുഴി ചാടിക്കല്ലേ. കർത്താവ് കൂടെ ഉണ്ട്. പേടിച്ചു അല്ലേ? ഗുഡ് മോർണിംഗ്. അല്ല ഗുഡ് ഈവനിങ്. ഒരു കാര്യം പറയണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അത് എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് ഒരു ഉപഹാരം. എന്ത് പലഹാരോ? പലഹാരമല്ല, ഉപഹാരം. താങ്ക്സ്. സെയിം ടു യു. എന്തോ പറയണ്ടെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ഓ ഞാൻ പറഞ്ഞു ഇപ്പോ. കൂടുതലൊന്നുമില്ല, 3 വാക്ക്. ഐ ലവ് യു. കാരണം മേ ഐ കം ഇൻ സർ? പ്ലീസ് ഡു കം ഇൻ. മീറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ. ഇത് ശ്രീനാഥ് IPS, മലയാളി, പക്ഷെ UP കാരനാണ്. ഇവിടുത്തെ കമ്മീഷണർ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. തന്നോടെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നതാ മിസ്റ്റർ ശ്രീനാഥ്. ഇരിക്കൂ ഈശ്വർ. താങ്ക് യു സർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇമ്മോറൽ ട്രാഫിക്കാ ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പോലീസുകാരുടെ പതിവിധ. നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. കോടതി അവളെ റെസ്ക്യൂ ഷെൽട്ടറിലേക്ക് അയക്കും. അത് അവൾ അത്തരത്തിൽപ്പെട്ട പെണ്ണൊന്നുമല്ല. എനിക്കും അത് തോന്നുന്നതുകൊണ്ടാ ഞാൻ തന്നെ അവളെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോഴാ മനസ്സിലായത് മലയാളിയാണെന്നും നിങ്ങളെ അറിയാമെന്നുമൊക്കെ. എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അത്രേ ഉള്ളൂ. മനസ്സിലായി? അവളും അതേ പറഞ്ഞുള്ളൂ. മറ്റെന്ത് ചോദിച്ചാലും കരച്ചിലാ മറുപടി. ഇരിക്കൂ. ഈ റെസ്ക്യൂ ഷെൽട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഹൊറിബിൾ ലൈഫാണ് അവിടെ. ഇതുപോലൊരു പെൺകുട്ടി അവിടെ ചെന്നപ്പെട്ടാൽ ഏതായാലും ആ പെൺകുട്ടിയോട് നിങ്ങൾ മനുഷ്യത്വം കാണിച്ചു. അല്പം കൂടി സാവകാശം കിട്ടിയാൽ അവൾ തുറന്ന് സംസാരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ അവളെ എന്റെ കൂടെ താമസിപ്പിക്കണമെന്നോ? അതൊന്നും നടക്കൂല. സോറി, ഞാൻ നിർബന്ധിക്കൊന്നുമല്ല. നിങ്ങളെ അറിയാവുന്ന സ്ഥിതിക്ക് ഒരു അഭിപ്രായം ചോദിച്ചെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ രാത്രിയിൽ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. അകത്തേക്ക് വരാം. വാചി ടെലഗ്രാമോ ഫോണോ എന്തായാലും ശരി, എത്രയും വേഗം നീ നിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുക. അവർ വരട്ടെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്താ എന്നാ പോയി കിടന്നോ. ചേച്ചി അങ്ങനത്തില്ല ഇവിടെ വാ. എന്ത് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം പുറത്തറിഞ്ഞാൽ അറിഞ്ഞാ കുഴപ്പമുണ്ടോ? അന്ന് നിന്റെ അന്ത്യമായിരിക്കും. പോടാ. അറിയില്ല അറിയില്ല. അറിഞ്ഞാലെന്ത്? ക്ലാസ്സിലേക്ക് കൊടുക്കും. अरे यार होल्ड इट प्रॉपर्ली या
അമ്മ, Yeah, that's it. അവിടെ മുകളിലോട്ട്. Yeah. थोड़ा नीचे. ശ്രദ്ധ, മേ ഐ ഹെൽപ്പ് യു? നോ ഇറ്റ്സ് ഓക്കേ. പിന്നെ എനിക്ക് ശ്രദ്ധയോട് വിക്കാതെ കാര്യം പറ ജിജി. അത് ഞാൻ തനിക്ക് എന്നോട് പ്രേമം, പക്ഷെ അത് തുറന്നു പറയാനുള്ള ഗട്സ് പോലും ജിജിക്കില്ല. ശ്രദ്ധയുടെ ഈ പരിഹാസം വല്ലാത്ത ടോർച്ചറിംഗ് ആണ്. ശ്രദ്ധ ഇതുപോലല്ലാതെ വേറെ മറ്റേതെങ്കിലും രീതിയിൽ സംസാരിച്ച് ജിജി കേട്ടിട്ടുണ്ടോ? ശ്രദ്ധ, ഐ എം സീരിയസ്. ഓഹോ, ഐ സെഡ് ഐ എം സീരിയസ്. ഐ എം നോട്ട് അറ്റ് ഓൾ സീരിയസ്. എനിക്ക് ജിജിയെ ഇഷ്ടമാണ്, മറ്റെല്ലാരെയും പോലെ. ലെറ്റ് us be good friends. Got it? പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ഫുൾ സാരി ചുറ്റിയിരുന്നു നീ. ഫുൾ സാരി ബിൻസി ഒന്ന് പിടിച്ചേ, രണ്ടെണ്ണം പിടിച്ചോളൂ. അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. ബിൻസി ഇപ്പോഴും പഴയ സ്റ്റാൻഡിൽ തന്നെയാണല്ലേ? എന്റെ അഭിപ്രായത്തിന് യാതൊരു മാറ്റമില്ല. ഓഹോ, അപ്പൊ അടിയുള്ളായിരിക്കാനല്ലേ ബക്കറ്റ് 2 കൈ കൊണ്ടും പിടിക്കാൻ പറഞ്ഞത്? അതെ, ഒട്ടും നാണില്ലല്ലേ? ഇല്ല, ഒട്ടും നാണൂല. കുറച്ച് തരുമോ? എന്നോട് ഉള്ളിൽ സ്നേഹം ഉണ്ടല്ലേ? കടിക്ക് ഞാൻ കടി. ഒന്ന് അനങ്ങാണ്ട് നിക്കുന്നേ. ഞാൻ ഈ ചുമന്ന പെയിന്റ് കൊണ്ട് ഞാൻ നിന്നെ ഒരു ചെങ്കോട്ടയാക്കും. ബിൻസി, അന്ന് അറിഞ്ഞ പോവുണ്ടല്ലോ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെ? എന്റെ ഹൃദയത്തിൽ. വോ, വോ. എന്താ വിശ്വാസമായില്ലേ? കാണണം. പിന്നെ നമുക്ക് ആരും അറിയാതെ ഒരു ഫ്ലൈറ്റ് കൊടുത്ത് നീലാകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് പോയാലോ? അയ്യോ, ഞാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. അവിടെ നമ്മൾ മാലാകമാരെ പോലെ ഇങ്ങനെ തത്തി കളിച്ച് ഡുവറ്റ് ഒക്കെ പാടിയിട്ട് ഇങ്ങനെ. അയ്യോ, എന്താണ് നീലാകാശം? മരിക്കരുത്, ഒരുമിച്ച് മരിക്കാം.